ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് നമ്പർ 2 ചാപ്റ്റർ നമ്പർ 1 ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ബൈ ശ്രീകാന്ത് പിള്ള. നമുക്ക് ആരാണ് ശ്രീകാന്ത് പിള്ള, എന്താണ് ഈ പാഠഭാഗം ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ശ്രീകാന്ത് പിള്ള എന്ന് പറയുന്നത് ഹിസ് എൻ ഓൺട്രപ്രണർ, ഒരു ബിസിനസ് മാനാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ് മാനാണ്. വാട്ട് മേക്സ് ഹിം സ്പെഷ്യൽ, എന്താണ് അദ്ദേഹത്തെ സ്പെഷ്യൽ ആക്കുന്നത് എന്ന് വെച്ചാൽ he was a specially abled one. That means അദ്ദേഹം ഒരു ബ്ലൈൻഡ് ഓൺട്രപ്രണർ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50 നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണാം, അബൌട്ട് ദ ഓഥർ എന്ന് പറഞ്ഞിട്ട്. സോ ലെറ്റ്സ് റീഡ് ഇറ്റ്. ശ്രീകാന്ത് വാസ് born in 1991 at Vijayapattnam in Andhra Pradesh. His parents were uneducated farmers. He has been a youth leader in 2005 and a member of the Lead India campaign of 2020, the national youth movement started by the former President of India, APJ Abdul Kalam. So, ശ്രീകാന്ത് പിള്ള ജനിച്ചിട്ടുള്ളത് 1991 മച്ചിലിപ്പട്ടണം, ആന്ധ്രാപ്രദേശിലുള്ള മച്ചിലിപ്പട്ടണം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസ് ഫാമേഴ്സ് ആയിരുന്നു. അദ്ദേഹം യൂത്ത് ലീഡറായിരുന്നു. 2005 മുതൽ യൂത്ത് ലീഡറായിരുന്നു. ആൻഡ് APJ അബ്ദുൽ കലാമിൻ്റെ മെമ്പർഷിപ്പിൽ, അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിങ്ങിലുള്ള നാഷണൽ യൂത്ത് മൂവ്മെൻറ്റിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ശ്രീകാന്ത് പിള്ള. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരു ഷോയിൽ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതൊരു ടോക്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഒരു മീഡിയ ടോക്കായിട്ടുള്ള INK ടോക്സിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. In 2012, Bola set up a Bala Industries with a partner, Ravi Manda. It produces eco-friendly recycled craft paper and packaging products from natural and recycled material. അദ്ദേഹം ഒരു ഓൺട്രപ്രണർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതായത് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നും പേപ്പർ ക്രാഫ്റ്റ് റീസൈക്കിൾ ചെയ്തെടുത്ത് പേപ്പർ ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുമായി കൂടിച്ചേർന്ന് അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ശ്രീകാന്ത് പിള്ള ഈസ് ദ ഡയറക്ടർ ഓഫ് സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ വിച്ച് ഹി ഫൗണ്ടഡ് ഇൻ 2016. 2016 അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ശ്രീകാന്ത് പിള്ള ഫൗണ്ട് ചെയ്തിട്ടുള്ള സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ആൻഡ് ദ ഓർഗനൈസേഷൻ എയിംസ് ടു എനേബിൾ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ബൈ 2030. ആ ഒരു ട്രസ്റ്റിൻ്റെ, ആ ഒരു ഫൗണ്ടേഷൻ്റെ എയിം എന്ന് പറയുന്നത് 2030 ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആയിരുന്നു ഇത്. ഓക്കെ. In 2017, Bola was named in the Forbes magazine list of 30 under 30 across all of Asia and a biopic of his life. Srikanth was released in 2024. 2024 അദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക് ഒരു മൂവിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ശ്രീകാന്ത് എന്ന പേരിലുള്ള. സോ ശ്രീകാന്ത് പിള്ള എന്ന് പറയുന്നത് ഓൾ ഇൻ ഓൾ ഒരു സമ്മറി എന്ന് പറയുന്നത്, ശ്രീകാന്ത് പിള്ള ഒരു ഓൺട്രപ്രണർ ആയിരുന്നു. 1991 ആന്ധ്രാപ്രദേശിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ഫാമേഴ്സ് ആയിരുന്നു. ആൻഡ് അദ്ദേഹം APJ അബ്ദുൽ കലാമിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് അദ്ദേഹത്തിൻ്റെ ഓരോ ഓൺട്രപ്രണർഷിപ്പും ഇന്ത്യൻ ഡെവലപ്മെൻറ്റിന്, ഇൻഡിവിജ്വൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ഓരോ ഓൺട്രപ്രണർഷിപ്പും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി സ്ട്രഗിൾസ് ഹി ഫേസ്ഡ് ഡ്യൂറിങ് ഹിസ് പീരിയഡ്. അദ്ദേഹത്തിൻ്റെ ജീവിത സമയങ്ങളിൽ അദ്ദേഹം ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് എത്തുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് എങ്ങനെ അദ്ദേഹം ഓവർകം ചെയ്തു ആൻഡ് ഹൗ ഹീസ് ഇപ്പം എങ്ങനെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് റീഡ് ദ ചാപ്റ്റർ. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, ശ്രീകാന്ത് പിള്ള. Breaking barriers means break means cut.
ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഒബ്സ്റ്റക്കിൾസ്, ബാരിയേഴ്സ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ. എൻ്റെ തടസ്സങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, കട്ട് ചെയ്യാണ്. ആൻഡ് ഐ വിൽ ഫ്ലൈ, ഞാൻ എന്ത് ചെയ്യും, പറക്കും. എൻ്റെ മുന്നിലുള്ള തടസ്സങ്ങൾ ഞാൻ വെട്ടിമാറ്റി ഞാൻ പറക്കും എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ ഹെഡിങ് വരുന്നത്. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ. സോ അത് തന്നെ നമുക്ക് നൽകുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റിവിറ്റിയാണ് ത്രൂ ഔട്ട് ദിസ് ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. Let me share the story of the richest entrepreneurial couple in the world, my parents. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ആരെക്കുറിച്ചുള്ള കഥയാണെന്നറിയോ? ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സംരംഭകരെ കുറിച്ചിട്ടുള്ള, വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സംരംഭക കപ്പിൾസിനെ കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു തരാം. ആരാണ് ആ കപ്പിൾസ്? മൈ പാരൻസ്, എൻ്റെ പാരൻസ്. They earn just 20,000 a year from their small plot of land. അവര് ഒരു വർഷത്തിൽ 20,000 രൂപ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ ചെറിയ ലാൻഡിൽ നിന്നും അവർ സ്വന്തമായിട്ട് 20,000 രൂപ വർഷത്തിൽ സമ്പാദിക്കുന്നുണ്ട്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾസ്. ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്ന് പറയുന്നത് എല്ലാ കപ്പിൾസിനും ഏറ്റവും അധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. At that moment in time, the term apple of the eye did not mean much to them. ആ സമയത്ത്, അതായത് എനിക്ക് ജന്മം നൽകിയിരുന്ന സമയത്ത്, ദ ടേം ആപ്പിൾ ഓഫ് ദ ഐ, ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത് ഒരു ടേം, ഒരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം കണ്ണിലുണ്ണി എന്നുള്ളതാണ്. ആ ടേം ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. അത് അവർക്ക് അത്രമേൽ അർത്ഥവത്തായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? നെയ്തർ ഓഫ് മൈ പാരൻസ് ഹാഡ് എവർ സീൻ ആൻ ആപ്പിൾ. എൻ്റെ പാരൻസ് ഒരിക്കലും ആപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നോർ ഡിഡ് ഐ ഹാവ് ആൻ ഐ, എനിക്ക് കണ്ണും ഉണ്ടായിരുന്നില്ല. സോ കണ്ണിലുണ്ണി, ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്ന പ്രയോഗം എന്തായിരുന്നില്ല, എൻ്റെ പാരൻസിന് എന്താണ് അതിൻ്റെ പ്രയോഗം എന്നുള്ളത് അത്രമേൽ അറിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. When I was born without eyes, society saw me as a barren. ഞാൻ ജനിച്ച സമയത്ത്, കണ്ണില്ലാതെ ഞാൻ ജനിച്ച സമയത്ത് സൊസൈറ്റി, സമൂഹം എന്നെ ഒരു ഭാരമായിട്ടായിരുന്നു കണ്ടിരുന്നത്. സം ഈവൻ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ബി സ്മോത്ത്. ചിലരെ സജസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ പാരൻസിനോട് എന്നെ എന്ത് ചെയ്യാൻ, നശിപ്പിക്കാൻ, കൊല്ലാൻ വേണ്ടി വരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് മൈ പാരൻസ് ഷോഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എൻ്റെ പാരൻസ് എന്നോട് അതിയായ സ്നേഹവും എനിക്ക് അതിയായ ഏറ്റവും നല്ല സംരക്ഷണവുമാണ് നൽകിയിരുന്നത്. They felt they were the richest couple in the world and I consider myself the luckiest person. എൻ്റെ പാരൻസ് വിശ്വസിച്ചിരുന്നത് അവരാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിൾസ്, ഈ ലോകത്തെ ഏറ്റവും ധനികരായിട്ടുള്ള കപ്പിൾസ് അവരാണെന്ന് അവരും വിശ്വസിച്ചു. ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള കുട്ടി ഞാനാണെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. As a child, I spent much of my time with my father in the field. However, my short legs made it difficult for me to help. എൻ്റെ അച്ഛൻ്റെ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ എവിടെയായിരുന്നു? ഫീൽഡിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിരുന്ന ഫീൽഡിലായിരുന്നു ഞാൻ ചിലവഴിച്ചിരുന്നത്. മൈ ഷോർട്ട് ലെഗ് മേഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഹെൽപ്പ്. എനിക്ക് അച്ഛനെ സഹായിക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞു കാലുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആ ജോലിയിലേക്ക് ആപ്റ്റ് ആയിരുന്നില്ല. അച്ഛനെ സഹായിക്കുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. My father began to think that perhaps the people who doubted my future might be right. സൊസൈറ്റി ചിന്തിച്ചതുപോലെ തന്നെ ആയിരിക്കും ഇവന്റെ ഫ്യൂച്ചർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആരും ചിന്തിച്ചു തുടങ്ങി. എൻ്റെ അച്ഛനും ചിന്തിച്ചു തുടങ്ങി. He realized I did not fit into the traditional farming model. ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ട് അവർ പിന്തുടർന്ന് പോരുന്ന കാർഷിക ജോലിയിലേക്ക് ഞാൻ ആപ്റ്റ് ആയിരിക്കില്ല, ഞാൻ ഫിറ്റ് ആയിരിക്കില്ല എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ തുടങ്ങി. എൻ്റെ അച്ഛനും തിരിച്ചറിഞ്ഞു തുടങ്ങി. Then he decided that education was to be my path. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ വഴി വിദ്യാഭ്യാസമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു, എനിക്ക് കാർഷിക ജോലിയല്ല നൽകേണ്ടത്, മറിച്ച് എനിക്ക് നൽകേണ്ടത് വിദ്യാഭ്യാസമാണ് എന്നുള്ളത് എൻ്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. Despite the challenge of trekking to a faraway school and he decided to go to school. അങ്ങനെ
സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എന്ത് ചെയ്തു? Despite the challenge of trekking to a faraway school and being ignored by the teachers and classmates, I persevered. എന്താണ് ഒരു ട്രെക്കിംഗ് മീൻസ് നടന്നു പോകണം, ഒരുപാട് ദൂരം സ്കൂളിലേക്ക് നടന്നു പോകണമെങ്കിലും ആൻഡ് ബീങ് ഇഗ്നോർഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സിനാലും ടീച്ചേഴ്സിനേക്കാളും എന്നെ എല്ലാവരും എന്ത് ചെയ്തു? ഇഗ്നോർ, ഒഴിവാക്കുകയും ചെയ്തുവെങ്കിലും ഐ പെർസീവ്ഡ്, ഞാൻ എന്ത് ചെയ്തു? ഇതെല്ലാം സഹിച്ചു. എല്ലാ ചലഞ്ചസും ഫേസ് ചെയ്ത് എനിക്ക് സ്കൂളിലേക്ക് നടന്നു പോകണം. മാത്രമല്ല സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടീച്ചേഴ്സോ കുട്ടികളോ ഒന്നും അദ്ദേഹത്തെ പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാനത് സഹിച്ചു. ഫോർ 2 years, 2 വർഷം, ഐ സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്, ഞാൻ ഏറ്റവും അവസാനത്തെ ബെഞ്ചിലിരുന്നു. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്, എല്ലാ ക്ലാസ് ആക്ടിവിറ്റികളിൽ നിന്നും എന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഏറ്റവും ലാസ്റ്റിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു. I then felt like the poorest child in the world, not on account of lack of money, but because of loneliness and isolation. ആ സമയത്താണ് എനിക്ക് എന്തനുഭവപ്പെട്ടത്? ഞാനാണ് ഏറ്റവും പാവപ്പെട്ട കുട്ടി എന്ന് തോന്നിപ്പോയി. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പാരൻസ് ഏറ്റവും റിച്ചസ്റ്റും അവരേറ്റവും ലക്കിയസ്റ്റുമായിട്ടുള്ള കുട്ടിയാണെന്നാണ് ഇമാജിൻ ചെയ്തിരുന്നതെന്ന്. ഇവിടെ സ്കൂളിലേക്ക് ചേർത്തിയ സമയം മുതൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു, ഐ ആം ദ പൂവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്, ഏറ്റവും പൂവറസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ് ഞാനാണെന്ന് ഫീൽ ചെയ്തു. അത് എന്തുകൊണ്ടാണ്? നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി, പണമില്ലാത്തതിന്റെ കുറവ് കൊണ്ടല്ല ഫീൽ ചെയ്തത്, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. ഒറ്റപ്പെടൽ കൊണ്ടും ഏകാന്തത കൊണ്ടുമാണ് ഞാൻ ഏറ്റവും പുവറായിട്ടുള്ള കുട്ടിയാണ് എന്ന് ഫീൽ ചെയ്തത്. ബിക്കോസ് അദ്ദേഹം ഫാദർ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന് ഫാമിങ് ആപ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുവഴി അദ്ദേഹത്തെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്തുന്നു. പക്ഷേ ആ സ്കൂളിലെ ടീച്ചേഴ്സോ കുട്ടികളോ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യുന്നു, എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുത്തി എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയത്, ഐ ആം ദ പുവറസ്റ്റ് ചൈൽഡ്, ഞാനാണ് ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ് ഇൻ ദ വേൾഡ് എന്ന് ഫീൽ ചെയ്യുന്നു. അതിന്റെ കാരണം നോട്ട് ബിക്കോസ് ഓഫ് ദ അക്കൗണ്ട് ഓഫ് മണി, മണിയുടെ കുറവ് കൊണ്ടല്ല അങ്ങനെ ഫീൽ ചെയ്തത്, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഒറ്റപ്പെടലും ഏകാന്തതയും കൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ഏറ്റവും പാവപ്പെട്ട ആളാണ് എന്ന് ആ സമയങ്ങളിൽ ഫീൽ ചെയ്തത്. Eventually, my parents and relatives decided that I should study in a school with students like me. അങ്ങനെയാണ് എൻ്റെ പാരൻസും എൻ്റെ ബന്ധുക്കളും തീരുമാനിച്ചത് ഞാൻ പഠിക്കേണ്ടത് എന്നെപ്പോലെ തന്നെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഇടത്താണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് എൻ്റെ പാരൻസ് എൻ്റെ ബന്ധുക്കളും അത് റിയലൈസ് ചെയ്യാണ്. സോ ഐ വാസ് സെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അങ്ങനെ എന്നെ ഹൈദരാബാദിലുള്ള സ്പെഷ്യൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ്. There I excelled, becoming an outstanding student, earning top ranks and representing India in chess and cricket. അവിടെ ഞാൻ എക്സൽഡ്, അവിടെ ഞാൻ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു. അവിടെ ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ഞാൻ ഏറ്റവും ടോപ്പ് മാർക്സ് ഏൺ ചെയ്തു. ആൻഡ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെസ്സിനും ക്രിക്കറ്റിനും വരെ ഞാൻ പങ്കെടുത്തു. അത് എവിടെ വെച്ചിട്ടാണ്? ഫ്രം ദ സ്പെഷ്യൽ സ്കൂൾ അറ്റ് ഹൈദരാബാദിലുള്ള സ്പെഷ്യൽ സ്കൂളിൽ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. ആൻഡ് ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ Abdul Kalam on various projects like the late India Youth Transformation Project. അവിടുന്ന് തന്നെ അദ്ദേഹത്തിന് APJ അബ്ദുൽ കലാമിന്റെ കൂടെ പോലും വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിക്കുകയുണ്ടായി. സോ അദ്ദേഹം സ്പെഷ്യൽ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് ആള് മൊത്തം മാറിപ്പോയി. അദ്ദേഹം എക്സൽ ചെയ്തു ആൻഡ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസസ് കാഴ്ചവെച്ചു. ടോപ്പ് റാങ്ക് വാങ്ങി. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെസ്സിനും ക്രിക്കറ്റിനും വരെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് ഈവൻ APJ അബ്ദുൽ കലാമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും അദ്ദേഹത്തിന് ആ സമയത്ത് ലഭിച്ചു. When I completed my 10th grade with over 90% mark, I wanted to study science at the AP State Board. അങ്ങനെ അദ്ദേഹം 10th ഗ്രേഡ് പാസ്സാവുന്നു. അത് എത്ര ശതമാനം മാർക്കോട് കൂടിയാണെന്ന് വെച്ചാൽ 90% മാർക്കോട് കൂടി 10ാം ക്ലാസ് പാസ്സായ സമയത്ത് ഐ വാണ്ടഡ് ടു സ്റ്റഡി സയൻസ്, എനിക്ക് സയൻസ് പഠിക്കണമായിരുന്നു. അത് AP സ്റ്റേറ്റ് ബോർഡിൽ, അതായത് സ്റ്റേറ്റ് ബോർഡിൽ
സയൻസ് പഠിക്കണമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. However, I was told I could only take arts because I was impaired. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇമ്പയർഡ് മീൻസ് ഞാൻ വൈകല്യമുള്ള ആളായതുകൊണ്ട് എനിക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ആർട്സ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു. I did not consider myself visually impaired but visually challenged. ഞാൻ എന്നെ ഒരു വൈകല്യമുള്ള ആളായിട്ടല്ല കാണുന്നത്, പക്ഷെ ആ വൈകല്യം ഞാൻ എൻ്റെ ഒരു വെല്ലുവിളിയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദ പെർസെപ്ഷൻ ഓഫ് അതർ. പെർസെപ്ഷൻ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തെ തടയിടാൻ ഞാൻ തയ്യാറായിരുന്നില്ല. റാദർ ദാൻ അക്സെപ്റ്റ് ദിസ്, അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഐ ഡിസൈഡഡ് ടു സ്യൂ ദ ഗവൺമെന്റ്, ഞാൻ ആ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അതായത് സയൻസ് കണ്ണ് കാണാത്ത ഒരാൾക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല എന്ന് സൊസൈറ്റി പറഞ്ഞു. ആ സൊസൈറ്റിയുടെ മുൻധാരണ, പെർസെപ്ഷൻ, അവരുടെ ധാരണക്കനുസരിച്ച് എൻ്റെ ആഗ്രഹത്തെ തടയിടാൻ ഞാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ആൻഡ് ഹി ഡിസൈഡഡ് ടു സ്യൂ ദ ഗവൺമെന്റ്, ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. After 6 months of legal battle, I received a government order allowing me to study science, but at my own risk. അവസാനം ഏകദേശം 6 മാസത്തെ യുദ്ധത്തിന് ശേഷം, ലീഗൽ ബാറ്റിൽ, അല്ല നിയമ പോരാട്ടത്തിന് ശേഷം, ഐ റിസീവ്ഡ് എ ഗവൺമെന്റ് ഓർഡർ അലൗവിങ് മീ ടു സ്റ്റഡി സയൻസ്. എനിക്ക് സയൻസ് പഠിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. പക്ഷെ എങ്ങനെയാണെന്നറിയോ? ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്, ഞാൻ സ്വയമായിട്ട് പഠിക്കണം. Despite the lack of റിസോഴ്സസിന്റെ കുറവിനാൽ ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ ഭയങ്കര ഹാർഡായിട്ട് പഠിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി. റിസോഴ്സസ് എനിക്ക് കുറവായിരുന്നു, ഞാൻ സ്വയം പഠിക്കണമെന്നായിരുന്നു ഗവൺമെന്റ് എനിക്ക് ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി ഞാൻ പഠിച്ചു. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഓഡിയോ, അവര് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒരു ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തു തന്നു എനിക്ക്. ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ ദ എക്സാം. ആ എക്സാമിൽ ഞാൻ എത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചു? 98% മാർക്ക് ഞാൻ ആ എക്സാമിൽ വാങ്ങിച്ചു. ദിസ് പ്രൂവ്സ് ദാറ്റ് anyone regardless of their impairment or challenges can achieve great things. ഇത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർക്കും ഏത് വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് എന്തും നേടാൻ പറ്റും എന്നുള്ളതാണ് ഈ എൻ്റെ വിജയം തെളിയിക്കുന്നത്. ബിക്കോസ് ആദ്യം പറഞ്ഞു സയൻസ് കണ്ടു കാണാത്തവർക്ക് സയൻസ് പഠിക്കാൻ അവസരമില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ ഞാൻ നിയമ പോരാട്ടം നടത്തി. അവസാനം എനിക്ക് സയൻസ് പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അവസരം ലഭിച്ചപ്പോൾ അത് സ്വന്തമായിട്ട് ഞാൻ പഠിക്കണം എന്ന രീതിയിലായിരുന്നു അവസരം ലഭിച്ചിരുന്നത്. അതിനെ ഞാൻ ഒരു മെന്ററുടെ ഹെൽപ്പോടുകൂടി പഠിച്ച് ഞാൻ 98% മാർക്ക് വാങ്ങിച്ചു. ഇത് കാണിക്കുന്നത് ഏത് ചലഞ്ചസിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹൗ മൈ ജേർണി ഡിഡ്ന്റ് എൻഡ് ദെയർ. എന്തായാലും എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. When it was time to apply to top engineering school like IIT, I was told that I couldn't sit for the competitive exam because of my blindness. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല, സ്ട്രഗിൾസ് ഇവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. IIT എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് പോലും ഐ വാസ് ടോൾഡ്, എന്നോട് പറഞ്ഞു ഐ കുഡന്റ് സിറ്റ് ഫോർ ദ കോമ്പറ്റേറ്റീവ് എക്സാം, എനിക്ക് ആ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് ഇരിക്കാൻ സാധിക്കില്ല ബിക്കോസ് ഓഫ് മൈ ബ്ലൈൻഡ്നെസ്. കാരണം എന്താ? എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല. എൻ്റെ കാഴ്ച ഇല്ലാത്തത് കൊണ്ട്, ഞാൻ കാഴ്ച ഇല്ലാത്തവനായതുകൊണ്ട് IITയിലെ എൻട്രൻസ് എക്സാമിന് ഇരിക്കാൻ പറ്റില്ല എന്ന് അവിടെയും എനിക്ക് ബാരിയേഴ്സ് വന്നു. If IIT didn't want me, IITക്ക് എന്നെ വേണ്ടെങ്കിൽ I decided I didn't want either. IITക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് IITയും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ആൻഡ് ഐ അപ്ലൈ ടു ടോപ്പ് സ്കൂൾ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്കൂളിൽ അപ്ലൈ ചെയ്തു. ആൻഡ് വാസ് അക്സെപ്റ്റഡ് ഇൻ ടു MIT. ഏതായിരുന്നു അവിടുത്തെ IIT? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോളേജ് ആയിരുന്നു MIT. അവിടേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയും ആൻഡ് സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി ആൻഡ് കരൻ മെലൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് MIT ഉള്ളത്. ആൻഡ് ഐ ചൂസ് ടു അറ്റൻഡ് MIT, ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അങ്ങനെ MITയിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുകയും ചെയ്തു. ആൻഡ് അദ്ദേഹമായിരുന്നു MITയിലെ ആദ്യത്തെ കണ്ണ് കാണാത്ത ഇന്റർനാഷണൽ സ്റ്റുഡൻറ്. അങ്ങനെ IITക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് IIT വേണ്ട എന്ന തീരുമാനത്തോടു കൂടി ഹി അപ്ലൈഡ് അറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് MIT കോളേജ് ആൻഡ് ദേ അക്സെപ്റ്റഡ് ഹിം. അവിടെ MIT കോളേജ്
കോളേജ് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹമായിരുന്നു ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻസിലെ ആദ്യ വിദ്യാർത്ഥി MIT-യിൽ. ഓക്കെ. While at MIT, I began to think deeply about my future. MIT-യിലായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. Should I just get married, settle down and work in corporate America? ഞാൻ വിവാഹം കഴിച്ച് സെറ്റിൽ ആവുകയാണോ വേണ്ടത്, എന്നിട്ട് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണോ ഞാൻ വേണ്ടത് എന്ന് എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലം ഐ ഹാഡ് ഫേസ്ഡ്. നോ, പറ്റില്ല. എനിക്ക് ഞാൻ ഫേസ് ചെയ്തിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. Why should blind children to be made to sit on the last bench? എന്തുകൊണ്ടാണ് ബ്ലൈൻഡ് സ്റ്റുഡൻസിനെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇരുത്തുന്നത്? Why should 10% of Indians population who are disabled be excluded from the economy? എന്തുകൊണ്ടാണ് 10% വരുന്ന വൈകല്യമുള്ള ഇന്ത്യൻ ജനങ്ങളെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ 10% വരുന്ന വൈകല്യമുള്ളവരെ എല്ലായിടങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കണ്ണു കാണാത്ത കുട്ടിയെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ കൊണ്ടുപോയിരിക്കുന്നത്? നോ, ഇതിനൊക്കെ എനിക്കൊരു പരിഹാരം കാണണം. ഓക്കെ, അതാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ദീസ് ക്വസ്റ്റ്യൻസ് ലെഡ് മീ ബാക്ക് ടു ഇന്ത്യ. ഈ ക്വസ്റ്റ്യൻസ് എന്നെ വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തിപ്പിച്ചു. Why I returned, giving up all the opportunities in corporate America to build a strong support system for the disabled. See, എനിക്ക് അമേരിക്കയിൽ കിട്ടിയിരുന്ന എല്ലാ അവസരങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡിന് വേണ്ടിയിട്ട്, വൈകല്യമുള്ളവർക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു? ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു. We established a platform, Bolland Industry, together with my partner. എൻ്റെ പാർട്ട്ണറുമായി കൂടി ചേർന്ന് ഞാൻ ഒരു ഇടം ക്രിയേറ്റ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടുള്ള ഇടമാണ്? ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടം ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ബൊല്ലാൻഡ് ഇൻഡസ്ട്രീസ്. To find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. So, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഒരു റീഹാബിലിറ്റേറ്റ് മീൻസ് ഒരു ഗിവ് ദം എ നോർമൽ ലൈഫ്, ഒരു നോർമൽ ലൈഫ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേർച്ചർ ആൻഡ് റീഇൻറ്റഗ്രേറ്റ്, അവരെന്ത് ചെയ്യുക, കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയും അവരെ കംപ്ലീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാനൊരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. അതാണ് ബൊള്ളാറ്റ് ഇൻഡസ്ട്രി. ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ നെവർ സെപ്പറേറ്റ് ദം, അവരെ സെപ്പറേറ്റ് ചെയ്യാതെ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്കൊരു നോർമൽ ലൈഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് he established a platform and its name was Bolland Industries. Okay. To rehabilitate, to nurture and to reintegrate the disabled individuals, Bolland created what? An platform and its name was Bolland Industry. അതാണ് ഇപ്പോൾ ആ പാരഗ്രാഫിൽ പറഞ്ഞത്. അതായത് ഇവരെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അവരെ നോർമൽ ലൈഫിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അവർക്ക് എല്ലാ സംരക്ഷണവും സപ്പോർട്ടും നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു Bolland Industries. Okay. And we have supported over 3,000 students in education, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, സ്പോർട്സ് ആൻഡ് മച്ച് മോർ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം ഏകദേശം 3000 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സ്പോർട്സിൽ, അങ്ങനെ പലയിടങ്ങളിലും ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബൊല്ലാൻഡ് ഇൻഡസ്ട്രീസ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Our company now employs over 150 disabled individuals. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ ഏകദേശം 150ഓളം ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million in സെയിൽ. ഇതിന്റെ സെയിൽ ഏകദേശം $1 million ആയിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത്. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഗ്രോത്തിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. വിത്ത് മച്ച് മോർ ടു ഡു. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ചെയ്യാനായിട്ടുണ്ട്. I want to leave you with 3 lessons. എനിക്ക് നിങ്ങളോട് 3 പാഠമാണ് പഠിപ്പിച്ചു തരാനുള്ളത്. ഫസ്റ്റ്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുക, അവരെ സഹായിക്കുക.
ട്രൂ വെൽത്ത് ഡസൻ കം ഫ്രം മണി. യഥാർത്ഥ വെൽത്ത്, യഥാർത്ഥ സമ്പത്ത് വരുന്നത് എവിടെ നിന്നല്ല, പണത്തിൽ നിന്നല്ല, ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ് നമ്മുടെ സമ്പത്ത് ഉണ്ടാകുന്നത്, നമ്മൾ റിച്ച് ആവുന്നത്. അതായത് എത്രത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ പറ്റുന്നു, അവരുടെ സന്തോഷത്തിന്റെ അളവ് തോന്നാണ് നമ്മൾ എത്രത്തോളം റിച്ച് ആണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. Okay, and second one, remove loneliness from people's lives. ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഏകാന്തതയെ മാറ്റിക്കൊടുക്കുക. ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ഏകാന്തതയാണ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള കാര്യം. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും കടുത്ത രൂപം എന്ന് പറയുന്നത് ഏകാന്തതയാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും ലൈഫിലുള്ള ഏകാന്തതയെ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുക, അത് റിമൂവ് ചെയ്തെടുത്ത് അത് ഒഴിവാക്കി കൊടുക്കുക. ആൻഡ് ഫൈനലി റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. ഏറ്റവും അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉപകരിക്കപ്പെടുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. The world may look at me and say, Srikanth, you can do nothing. ഈ ലോകം മുഴുവൻ എന്നെ നോക്കിക്കൊണ്ട് പറയുമായിരിക്കും, എന്ത്, നിനക്ക് ശ്രീകാന്ത്, യു കാൻ ഡു നത്തിങ്, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ, പക്ഷെ ഈ ലോകത്തെ തിരിച്ചു നോക്കിക്കൊണ്ട് ഞാൻ പറയും, ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയും. താങ്ക് യു.